ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോയ ചങ്ക്സ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. സോയ ചങ്ക്സ് ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിനായി ആദ്യം നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. അതിനുശേഷം സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി അത് 10 മിനിറ്റോളം അത് തിളയ്ക്കണം നല്ലോണം. സോയയൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നാക്കി എടുക്കാം. സബോള നമുക്ക് തൊണ്ടൊക്കെ കളഞ്ഞ് നീളത്തിലരിയാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഇനി നമുക്ക് അതിനാവശ്യമായ മസാലപ്പൊടി റെഡിയാക്കണം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, കുറച്ച് പെരുംജീരകം, കുരുമുളക് ചേർത്ത് നല്ലോണം വറുത്തെടുക്കാം. വറുത്ത് വെച്ച മസാലയെല്ലാം ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിയേണ്ട, തരി തരിയായി പൊടിഞ്ഞാൽ മതി. ഇനി നമ്മുടെ സോയയൊക്കെ വെള്ളത്തിൽ നിന്ന് നല്ലോണം പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം 2-3 തവണ വെള്ളം മാറ്റി കഴുകി പിഴിഞ്ഞെടുക്കണം. ഞാൻ മേടിച്ച സോയ വലുതായ കാരണം ഞാനത് നുറുക്കിയെടുക്കണുണ്ട്. ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, സബോള, കറിവേപ്പില എല്ലാം ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. സബോള വാടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം ഉടയണ വരെ വേവിക്കണം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച് സോയ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. 10 മിനിറ്റ് അത് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം പൊടിച്ചു വെച്ച മസാലയും കുറച്ച് മീറ്റ് മസാലയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തീ കുറച്ചിട്ട് 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അവസാനമായി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ സ്വാദിഷ്ടമായ സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണേ.